സുബ്ഹാനല്ലാഹ്, ആ രാജാവ് അംഫദി റളിയല്ലാഹു അൻഹുവിനെ കണ്ടിരുന്നുവെങ്കിൽ കൊട്ടാരത്തിലേക്ക് സ്വീകരിച്ച് ആനയിക്കുമായിരുന്നു. എന്നാൽ ഇവിടെയാണ് അള്ളാഹുവിന്റെ പരീക്ഷണം. അദ്ദേഹം മനഃപൂർവ്വമല്ലെങ്കിൽ പോലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ സംശയിച്ചു പോയി. പട്ടാളക്കാർ അദ്ദേഹത്തിന്റെ കയ്യിൽ വിലങ്ങുവെച്ച് ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവർ പറഞ്ഞു, നാളെ നിന്റെ ശിക്ഷാവിധിയാണ്. കട്ടവന്റെ കൈമുറിക്കലാണ് നിയമം. അതിനാൽ നാളെ നിന്റെ കൈ മുറിക്കപ്പെടും. ഇത് കേട്ട മഹാനവർകൾ അത്ഭുതപ്പെട്ടുപോയി. പെട്ടെന്ന് തന്നെ അദ്ദേഹം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. റഹ്മാനായ അള്ളാഹുവേ, നിന്റെ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിൽ സംശയിച്ചു പോയ തെറ്റിന് നീ എനിക്കൊരു വലിയ പരീക്ഷണം തന്നെയാണ് നൽകുന്നത്. എങ്കിലും എനിക്ക് പരാതിയില്ല. അള്ളാഹുവേ, ഇതോടുകൂടി എന്റെ പരീക്ഷണം അവസാനിപ്പിക്കണേ. ഇങ്ങനെ അദ്ദേഹം ഓരോ നിമിഷവും അതീവ വേദനയാൽ അള്ളാഹുവിങ്കൽ ദുആ ചെയ്തുകൊണ്ട് അഭയം പ്രാപിച്ചു. അടുത്ത ദിവസമായപ്പോൾ പട്ടാളക്കാർ വന്ന് അംഫദി റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. എടാ കള്ള, നീ കൊട്ടാരം കൊള്ളയടിച്ച് സുഖിച്ചിരിക്കുകയാണല്ലേ? അപ്പോഴും അംഫദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്നെ രാജാവിന്റെ അടുക്കൽ കൊണ്ടുപോവുക. രാജാവിന് എന്നെ കണ്ടാൽ മനസ്സിലാകും. ഈ സമയത്തും പട്ടാളക്കാർ മഹാനവർകളെ പരിഹസിക്കുകയാണ്. എന്നാൽ മഹാനവർകൾ വീണ്ടും വീണ്ടും അവരോട് പറയുന്നു, ഞാൻ 7 രാജ്യങ്ങളുടെ അധിപതിയായ മഹ്മൂദുൽ അംഫദിയാണെന്ന് നിങ്ങളുടെ രാജാവിന് മനസ്സിലാകും. നിങ്ങൾ മഹ്മൂദുൽ അംഫദിയോ? വേഷം കണ്ടാലും പറയും എന്ന് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് അദ്ദേഹത്തെ അവർ ആരാച്ചാരുടെ അരികിലേക്ക് കൊണ്ടുപോവുകയാണ്. ആരാച്ചാർ അദ്ദേഹത്തിന്റെ അരികിലെത്തി ആ ശിക്ഷ നടപ്പിലാക്കി. അദ്ദേഹത്തിന്റെ കൈ വെട്ടിമാറ്റി അവസരത്തിൽ ധാരധാരയായി ചോരയൊഴുകാൻ തുടങ്ങി. ചോര നിലക്കാത്തത് കണ്ടപ്പോൾ പട്ടാളക്കാർ അദ്ദേഹത്തിന്റെ കൈ തിളച്ച എണ്ണയിൽ മുക്കി. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട മഹ്മൂദുൽ അംഫദി റളിയല്ലാഹു അൻഹു വേദന കൊണ്ട് പൊട്ടി കരഞ്ഞുപോയി. എങ്കിലും അള്ളാഹുവിനോട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: യാ അല്ലാഹ്, നിന്റെ പരീക്ഷണത്തിൽ എനിക്ക് വിഷമമില്ല. എങ്കിലും ഈ പരീക്ഷണം ഈ ലോകത്ത് അവസാനിപ്പിക്കണേ. മഹ്ശറയിലേക്ക് നീട്ടിവെക്കല്ലേ അല്ലാഹ്. ശിക്ഷാ നടപടി പൂർത്തീകരിച്ച ശേഷം മരുന്നെല്ലാം വെച്ച് കെട്ടി അദ്ദേഹത്തിനെ വീണ്ടും ജയിലിൽ കൊണ്ടുചെന്ന് പൂട്ടിയിട്ടു. മഹാനവർകൾ ദിക്റുകളും ഖുർആൻ പാരായണവുമായി ഓരോ നിമിഷവും തള്ളി നീക്കിക്കൊണ്ടിരുന്നു. ഈ കഥ ഇനി കൊട്ടാരത്തിനുള്ളിലേക്ക് പോവുകയാണ്. ആ കൊട്ടാരത്തിൽ 17 വയസ്സുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടിയുണ്ട്. അവൾ ആരാണെന്നല്ലേ? ഈ രാജ്യത്തിന്റെ രാജാവിന്റെ മകളാണ്. അവൾ സുന്ദരിയും സൽഗുണയുമാണ്. അള്ളാഹുവിനെ ഭയന്ന് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ആ പെൺകുട്ടിയെ മഹ്മൂദുൽ അംഫദി റളിയല്ലാഹു അൻഹുവിന് നിക്കാഹ് ചെയ്തു കൊടുക്കുവാൻ രാജാവ് ആഗ്രഹിച്ചിരിക്കുകയാണ്. പക്ഷേ മഹാനവർകളെയാണ് തന്റെ കൊട്ടാരത്തിലെ ജയിലറയ്ക്കുള്ളിൽ കള്ളനെന്ന് മുദ്രകുത്തി ബന്ധിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാജാവ് തന്റെ മകളായ രാജകുമാരിയെ അടുത്തേക്ക് വിളിച്ച് സംസാരിക്കുകയാണ്. നിനക്ക് വിവാഹപ്രായമായി. നിന്റെ വിവാഹം നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മകളെ, നിന്റെ അഭിപ്രായം എന്താണ്? ആ രാജകുമാരി മനസ്സോടെ സമ്മതം നൽകി. രാജാവ് പിന്നെയും മകളോട് ചോദിച്ചു, നിനക്ക് ഞാൻ കണ്ടുവച്ചിരിക്കുന്ന വരൻ ആരാണെന്നറിയണ്ടേ? കുമാരി ഒന്നും മിണ്ടിയില്ല. രാജാവ് പറഞ്ഞു, എങ്കിൽ കേട്ടോളൂ. 7 രാജ്യങ്ങളുടെ അധിപതിയായ ഹസ്രത്ത് മഹ്മൂദുൽ അംഫദിയാണ്. അദ്ദേഹത്തെ നിക്കാഹ് കഴിക്കണമെങ്കിൽ ഖുർആൻ മുഴുവനും നീ മനഃപ്പാടമാക്കണം. അപ്പോൾ രാജകുമാരി പറഞ്ഞു, മഹാനവർകളെ നിക്കാഹ് കഴിക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണുപ്പ. പക്ഷേ ഖുർആൻ മുഴുവൻ ഞാൻ എങ്ങനെ മനഃപ്പാടമാക്കും? മകളുടെ ചോദ്യത്തിന് ആ പിതാവ് ഇങ്ങനെ മറുപടി നൽകി, അതിനൊരു വഴിയുണ്ട് മോളെ. കഴിവുറ്റ ഒരു ഉസ്താദിനെ ഞാൻ പഠനത്തിനായി നിയോഗിക്കാം. അങ്ങനെ നീ ഖുർആൻ മനഃപ്പാടമാക്കിയ ശേഷം അദ്ദേഹത്തിന് നിക്കാഹ് ചെയ്തു കൊടുക്കാം. അങ്ങനെ മഹ്മൂദുൽ അംഫദി കിടക്കുന്ന ജയിലിനോട് ചേർന്ന് ഖുർആൻ പഠനത്തിനുള്ള റൂം നിർമ്മിക്കുകയും പഠിപ്പിക്കുന്നതിനായി ഒരു ഉസ്താദിനെയും നിയമിച്ചു. ഉസ്താദ് ദിവസവും വന്നുപോയിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം ഉസ്താദ് ജയിലറയുടെ അരികിലൂടെ നടന്നു പോകുന്ന സമയത്ത് മനോഹരമായ സ്വരമാധുര്യം നിറഞ്ഞ ഖുർആൻ പാരായണം കേട്ടു. ഇത്രയും മനോഹരമായി ഖുർആൻ പാരായണം എവിടെ നിന്നാണെന്ന് ചിന്തിച്ചുകൊണ്ട് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തന്റെ ചെവികളെ കൂർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ഈ ശബ്ദം ജയിലറയിൽ നിന്നാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അന്ന് അദ്ദേഹം രാജകുമാരിക്ക് ക്ലാസ് എടുത്തു കൊടുക്കാൻ എത്തുന്ന സമയത്തിൽ നിന്ന് അല്പം വൈകി. അങ്ങനെ ഉസ്താദ് പതിവ് പോലെ പെൺകുട്ടിക്ക് ക്ലാസ് എടുത്തു കൊടുത്ത് തിരിച്ചു പോന്നു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം കൊട്ടാരത്തിലെ ജയിലിനരികിലൂടെ നടന്നു വരുമ്പോൾ ഉസ്താദ് വീണ്ടും സ്വരമാധുര്യം നിറഞ്ഞ ഖുർആൻ പാരായണം കേൾക്കുകയാണ്.
അദ്ദേഹം ജയിലറയുടെ അരികിലേക്ക് നടന്നു ചെന്നപ്പോൾ അവിടെ മഹാനായ മഹ്മൂദുൽ അംഫദി റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്യുന്നത് ഉസ്താദ് കണ്ടു. പക്ഷേ ഉസ്താദിന് ആ പാരായണം ചെയ്യുന്നയാൾ മഹ്മൂദ് അംഫദിയാണെന്ന് അറിയില്ലായിരുന്നു. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇത്രയും മനോഹരമായി ഖുർആൻ മനഃപ്പാടമാക്കി ഓതുന്ന ഈ വ്യക്തി ഒരിക്കലും ഒരു കള്ളനായിരിക്കുകയില്ല. എന്നാൽ ഈ കാര്യം രാജാവിനോട് തുറന്നു പറയാൻ അദ്ദേഹം ഭയപ്പെട്ടു. അതിനാൽ ഉസ്താദ് അത് തന്റെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചു വെച്ചു. പതിവ് പോലെ ഇന്നും ക്ലാസ്സിലെത്താൻ വൈകി. ഉസ്താദ് ക്ലാസ്സിലെത്തി രാജകുമാരിയോട് സലാം ചൊല്ലി. എന്നാൽ കുമാരി വളരെ ദേഷ്യത്തിലാണ്. ഖുർആൻ പഠനം തുടങ്ങാൻ മുസ്ഹഫ് നിവർത്താൻ ഉസ്താദ് പറഞ്ഞു. പക്ഷേ കുമാരി ദേഷ്യത്തോടെ ഇല്ലെന്ന് മറുപടി പറഞ്ഞു. ഉസ്താദ് ചോദിച്ചു, അതെന്താ? രാജകുമാരി പറഞ്ഞു, പറയാം. ഉസ്താദ് അങ്ങ് എന്താണ് എന്നും ക്ലാസ് എടുക്കുന്ന കൃത്യസമയത്തിൽ നിന്നും വ്യതിചലിക്കുന്നത് എന്നെനിക്കറിയണം. പെട്ടെന്നൊരു അമ്പരപ്പ് വന്നുവെങ്കിലും അദ്ദേഹം ഒന്നുമില്ലെന്ന് മറുപടി നൽകി. രാജകുമാരി വാശി പിടിച്ചു കൊണ്ടിരുന്നു. അവസാനം ഉസ്താദ് പറഞ്ഞു, നീ സത്യം ചെയ്യുമെങ്കിൽ ഞാൻ തുറന്നു പറയാം. അവൾ അദ്ദേഹത്തിന് സത്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഉസ്താദ് പറയുകയുമായി, ഞാൻ കുട്ടിക്ക് ക്ലാസ് എടുക്കാൻ കൊട്ടാരത്തിലെ ജയിലിന് മുന്നിലൂടെ വരുമ്പോൾ സ്വരമാധുര്യമാർന്ന ഖുർആൻ പാരായണം നിത്യവും കേൾക്കുമായിരുന്നു. അതന്വേഷിച്ച് ഞാൻ നടന്നപ്പോൾ ഞാൻ കണ്ടത് ജയിലറയ്ക്കുള്ളിൽ ഇരുന്നൊരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നതാണ്. നോക്കിയപ്പോൾ കൈ മുറിച്ചു മാറ്റപ്പെട്ടതായ ഒരു കള്ളൻ. അദ്ദേഹത്തിന്റെ പാരായണമായിരുന്നു അത്. ആ സ്വരമാധുര്യത്തിൽ ഞാൻ ലയിച്ചു പോകും. അതാണ് സമയം വൈകി എത്തിയിരുന്നത്. പെൺകുട്ടി പറഞ്ഞു, ഉസ്താദേ, അത്രയും മനോഹരമായ പാരായണമാണോ അത് എങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് പറയൂ. രാജകുമാരി പറഞ്ഞു, എങ്കിൽ നാളെ മുതൽ അദ്ദേഹം എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നാൽ മതി. ഉസ്താദിന് വരേണ്ട കാര്യമില്ല. അദ്ദേഹം ഞെട്ടി. എന്നിട്ട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ കുമാരിയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. പിന്നീട് ഉസ്താദ് രാജാവിന്റെ അടുത്തു ചെന്നിട്ട് പറഞ്ഞു, പ്രഭോ, തന്റെ വേതനത്തുക നൽകിയാലും നാളെ മുതൽ കുമാരിക്ക് ക്ലാസ് എടുത്തു കൊടുക്കാൻ വരണ്ട എന്നാണ് കുമാരി എന്നെ അറിയിച്ചിരിക്കുന്നത്. രാജാവ് ചോദിച്ചു, അതെന്താ? ഞാൻ നിങ്ങൾക്ക് കൃത്യമായി വേതനം നൽകുന്നുണ്ടല്ലോ, പിന്നെ എന്തുപറ്റി? ഉസ്താദ് പറഞ്ഞു, കുമാരിയുടെ ആഗ്രഹം മറ്റൊന്നാണ്. രാജാവ് ഉസ്താദിന്റെ വേതന തുക നൽകി. അദ്ദേഹം പോയതിനു ശേഷം കുമാരിയെ വിളിച്ചു, മകളെ, നീ നാളെ മുതൽ ഉസ്താദിനോട് പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു. ഒന്നുമില്ല ഉപ്പ. എന്താണെന്ന് പറയുമോൾ? അവസാനം അവൾ പറഞ്ഞു, നമ്മുടെ കൊട്ടാര ജയിലറയിൽ ശിക്ഷ അനുഭവിച്ചു കഴിയുന്ന ഒരു കള്ളനുണ്ട്. അദ്ദേഹത്തിന്റെ പാരായണം കേട്ടത് മുതൽ ഉസ്താദ് അവളോട് പറഞ്ഞതായ എല്ലാ കാര്യങ്ങളും അവൾ രാജാവിനോട് വിവരിച്ചു. ഉപ്പ, എനിക്ക് അദ്ദേഹത്തിൽ നിന്നും ഖുർആൻ പഠനം നടത്തുവാനുള്ള ആഗ്രഹമുണ്ട്. ഇത് കേട്ടതും രാജാവ് നെട്ടി. എന്ത്? അയാൾ ഒരു കള്ളനല്ലേ? പക്ഷേ അവസാനം രാജകുമാരിയുടെ വാശിക്കു മുന്നിൽ രാജാവായ അദ്ദേഹത്തിന് തോറ്റുകൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഈ വിവരം അംഫദിയെ അറിയിക്കുകയും തുടർന്ന് പഠനത്തിനായി അദ്ദേഹത്തെ നിയോഗിക്കുകയും ചെയ്തു. പട്ടാളക്കാരുടെ അകമ്പടിയോടെ എന്നും വന്നു മഹാനവർകൾ പെൺകുട്ടിക്ക് ക്ലാസ് എടുത്തു കൊടുക്കും. ക്ലാസ് കഴിഞ്ഞാൽ പട്ടാളക്കാർ അദ്ദേഹത്തെ തടവറയിലേക്ക് കൊണ്ടുപോകും. ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങി. രാജകുമാരി ഇപ്പോൾ ചെറിയ സൂറത്തുകൾ മനഃപ്പാടമാക്കിയിട്ടുണ്ട്. ഒരു ദിവസം ക്ലാസ് എടുക്കുന്നതിനിടയിൽ അംഫദി റളിയല്ലാഹു അൻഹുവിന് അസ്വസ്ഥത തോന്നുകയും അന്ന് പഠനം പെട്ടെന്ന് നിർത്തുകയും ചെയ്തു. ഓരോ ദിവസങ്ങളും മുന്നോട്ട് നീക്കുമ്പോൾ ആ രാജകുമാരിക്ക് തന്റെ ഉസ്താദിനോട് ആത്മീയമായ ഒരു അടുപ്പം തോന്നി തുടങ്ങിയിരുന്നു. ഒരു ദിവസം ക്ലാസ്സിനിടയിൽ ഏതാനും ചില ആയത്തുകൾ ഓതിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം പെട്ടെന്ന് തലകറങ്ങി വീണു. രാജകുമാരി കൊട്ടാരത്തിലേക്ക് ഓടിച്ചെന്ന് വെള്ളമെടുത്തു കൊണ്ടുവന്ന് മഹാനവറുകളുടെ മുഖത്തു കുടഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ബോധം വീണു. അദ്ദേഹത്തിന്റെ വിഷമഭാവം കണ്ട് പെൺകുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുപറ്റി ഉസ്താദെ? മഹാനവറുകൾ പറഞ്ഞു, ഒന്നുമില്ല. എന്താണ് കാര്യം, പറയൂ ഉസ്താദ്. അവൾ വാശി പിടിച്ചു. ഒന്നുമില്ല കുട്ടി. രാജകുമാരി പറഞ്ഞു, എന്താണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഉസ്താദ് ബോധരഹിതനായ കാര്യം ഞാൻ രാജാവിനെ അറിയിക്കും. അവളുടെ വാശിക്ക് മുന്നിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയാം. പക്ഷേ ഞാൻ കുട്ടിയോട് പറയുന്നതായ കാര്യങ്ങൾ മറ്റാരും അറിയില്ലെന്ന് സത്യം ചെയ്തു തരിക. അവൾ അദ്ദേഹത്തിന് സത്യം ചെയ്തു കൊടുത്തു. മഹാനവർകൾ പറഞ്ഞു തുടങ്ങുകയായി, ഞാനിപ്പോൾ ഇവിടെ ഓതിയതായ ആയത്തിൽ സംശയിച്ചതുകൊണ്ട് അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് വിധേയനായ വ്യക്തിയാണ് ഞാൻ. ഇത്രയും പറഞ്ഞ് കൊട്ടാരത്തിന്റെ മുകളിൽ ഖുർആൻ ആയത്തോതിക്കൊണ്ടിരിക്കെ ഓതിയ ആയത്തിൽ സംശയിച്ചത് മുതൽ കൊട്ടാരത്തിൽ പുലി വന്നതും പിടിക്കുവാൻ വേണ്ടി താൻ കുളിക്കുവാൻ നിന്ന്